നമസ്കാരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ചൂട് ഉയരുകയാണ്. കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ കലുവാതിക്കൽ ഡിവിഷനിൽ നിന്നും UDF വേണ്ടി മത്സരിക്കുന്നത് PS മനോജാണ്. അദ്ദേഹത്തിന് വലിയൊരു ഓഫീസ് കലുവാതിക്കൽ തന്നെയുണ്ട്. വർഷങ്ങളായി ജനകീയനായ ഒരു നേതാവാണ് UDF സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് നമുക്ക് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം, കൂടുതൽ വിശേഷങ്ങൾ അറിയാം. ജില്ലാ പഞ്ചായത്തിൽ കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ PS മനോജ്. എനിക്ക് കഴിഞ്ഞ 1.5 പതിറ്റാണ്ട് കാലമായി അദ്ദേഹത്തെ നല്ലതുപോലെ അറിയാം. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഇളമാട് പൂയപ്പള്ളി പ്രദേശത്താണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തന കേന്ദ്രം. സംഘടനാ രംഗത്തും സാമൂഹ്യ രംഗത്തും സന്നദ്ധ പ്രവർത്തന രംഗത്തും അതുപോലെ സാംസ്കാരിക തലത്തിലുമൊക്കെ സംശുദ്ധമായ പൊതുജീവിതം നയിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ, അധ്യാപകൻ, അതിലുപരിയായി മികവുറ്റ സംഘടനാ പ്രവർത്തകൻ, അങ്ങനെയുള്ള സംശുദ്ധമായ വ്യക്തിത്വത്തിനുടമയായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനെയാണ് കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ അമരക്കാരനായി, അല്ലെങ്കിൽ കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസാരഥ്യത്തിലേക്ക് പോലും ഒരുപക്ഷെ വരാനുള്ള സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന ഒരു മുന്നൊരുക്കത്തോടു കൂടിയാണ് ശ്രീ PS മനോജിനെ ഐക്യ ജനാധിപത്യ മുന്നണി കോൺഗ്രസ് കൈപ്പത്തി ചിഹ്നത്തിൽ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നത്. ആദ്യമേ പറയട്ടെ, ശ്രീ NK പ്രേമേന്ദ്രൻ MP പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. തുടർച്ചയായ 9.5 വർഷത്തെ ഭരണം ഇടതുപക്ഷം പിന്നിടുമ്പോഴാണ് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ UDF പറയാൻ ആഗ്രഹിക്കുന്നത് ഈ നാട്ടിലെ പച്ചയായ രാഷ്ട്രീയം തന്നെയാണ്. രാഷ്ട്രീയമെന്ന് പറയുമ്പോൾ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ അടക്കം ഏറ്റവും അവസാനം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ച് ഈ നാട്ടിലെ പാവങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കിയ ഒരു സർക്കാരിനെതിരെയാണ് UDF സന്ധിയില്ലാത്ത സമരവുമായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഈ സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ഇതേപോലെ ജനത ദുരന്തം അനുഭവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടേ ഇല്ല എന്ന് എടുത്തു പറയേണ്ടി വരും. ഈ തെരഞ്ഞെടുപ്പിൽ UDF വിഷയമാക്കുന്നതും ഈ കാര്യം തന്നെയാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ എത്രയോ മുഖ്യമന്ത്രിമാർ ഇവിടെ ഭരണം നടത്തി. ഈ ഭരണമെല്ലാം നടത്തി 2016 ശ്രീമാൻ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത് വരെ ഉണ്ടായിരുന്ന പൊതുകടം ഏതാണ്ട് 1.5 ലക്ഷം കോടിയോളം രൂപ മാത്രമായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ 9.5 വർഷം കൊണ്ട് ആ പൊതുകടം ഏതാണ്ട് 6 ലക്ഷം കോടിയിലേക്ക് വളർന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ നടന്നത് ഭരണമല്ല, അതിനപ്പുറം കേരളത്തെ മുടിക്കുന്ന ഭരണധൂർത്താണ് എന്ന് എടുത്തെടുത്ത് പറയേണ്ടി വരും. UDF സംബന്ധിച്ചിടത്തോളം UDF ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായി കല്ലുവാതുക്കൽ ഡിവിഷനിൽ മത്സരിക്കുന്ന ഞാൻ കണക്കാക്കുന്നത്, ഈ ഡിവിഷൻ ഉണ്ടായതിനു ശേഷം നാളിതുവരെ ഇവിടെ നിന്നും വിജയിച്ചു പോയിട്ടുള്ളത് LDF ജനപ്രതിനിധികളാണ്. ഇപ്പോൾ പലരോടും തിരക്കിയപ്പോൾ ആരാണ് നിലവിലുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന് പറയാൻ പോലും ആളുകൾക്ക് അറിയാൻ കഴിയുന്നില്ല. നമ്മൾ ഗ്രാമങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാതെ വേദന കൊണ്ട് വിങ്ങും. വളരെ മോശമായ ദുർഘടമായ റോഡുകൾ. എങ്ങനെയാണ് ഇതിലെ ജനങ്ങൾ സഞ്ചരിക്കേണ്ടത് എന്ന് ഈ ആളുകൾ തന്നെ ഒന്ന് പറഞ്ഞു കൊടുക്കും. വീണ്ടും ഇവർ എന്തിൻ്റെ സാഹചര്യം പറഞ്ഞുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞങ്ങളെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളെ വിഡ്ഢികളാക്കുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ഭവന സന്ദർശനം നടത്തി പോയപ്പോൾ കണ്ട ഒരു കാഴ്ച ഏതൊരു മനുഷ്യനെയും വല്ലാതെ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ്. അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമെന്ന് പ്രഖ്യാപിച്ച ഈ നാട്ടിൽ കേറിക്കിടക്കാടമില്ലാത്ത ഷീറ്റ് കൊണ്ട് മറച്ച പണി തീരാത്ത അരവീടിൻ്റെ അടുത്തുള്ള ഒരു കുടില്
അതിന് ചേർന്ന് അതുപോലെയുള്ള ഒരു കുടിലിൽ താമസിക്കുന്ന ദുർബല വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അതിനേക്കാൾ വേദന അങ്ങനെയുള്ള ഒരു വീട്ടിൽ അവരുടെ കുടിവെള്ളം കട്ട് ചെയ്തിരിക്കുന്നു. അവർ കുടിവെള്ളത്തിൻ്റെ പൈസ അടച്ചില്ല എന്നതിൻ്റെ പേരിൽ 4300 ചിട്ടൻ രൂപ കുടിശ്ശികയാണെന്നതിൻ്റെ പേരിൽ ചെറ്റ കുടിലിൽ അന്തിയുറങ്ങുന്ന ഒരു ദുർബല വിഭാഗത്തിൽപ്പെട്ട ആളിൻ്റെ, ഒരു സ്ത്രീയുടെ വീട്ടിലെ പൈപ്പ് കണക്ഷൻ വാട്ടർ അതോറിറ്റി കട്ട് ചെയ്തിരിക്കുന്നു. നമ്മളെല്ലാവരും ദൈവമേ എന്ന് വിളിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തിൽ ദൈവങ്ങൾക്ക് പോലും രക്ഷയില്ലാത്ത ഒരു നാടായി ഈ കേരളം മാറി. അല്പം കൂടി താമസിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ശബരിമല ധർമ്മശാസ്താവ് പോലും ചെമ്പ് പൊതിഞ്ഞ രൂപമായി മാറിയനെ. ഭക്തജനങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു വേദന 2018 കാലഘട്ടത്തിലെ യുവതീ പ്രവേശനത്തിലേക്കൊന്ന് തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ അന്നത്തെ കമ്മീഷണറായിരുന്ന ശ്രീ വാസു അന്ന് യുവതികളെ പോലീസിൻ്റെ അകമ്പടിയിൽ ആൺവേഷം കെട്ടിച്ച് കൊണ്ടുവന്ന് ചുറ്റും പോലീസിൽ നിന്ന് ഈ ആളുകളെ കാണാതെ സ്ത്രീകളെ അവിടെ കൊണ്ട് പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു ശബരിമല അയ്യപ്പൻ ശക്തിയുള്ളതാണ് എന്ന് നമ്മൾ കണ്ടു. ഇതേ വാസുവിനെ പോലീസ് വലയത്തിൽ എങ്ങനെയാണോ യുവതികളെ പുറം ലോകം കാണിക്കാതെ കൊണ്ടുവന്നത്, അതുപോലെ ഈ വാസുവിനെയും പോലീസ് പൊതിഞ്ഞ് കൊണ്ടുവരുന്ന കാഴ്ച, അവസാനം കയ്യാമം വയ്ക്കുന്ന കാഴ്ച, അതാണ് ശബരിമല അയ്യപ്പന് ശക്തിയുണ്ട് എന്ന് പറയുന്നത്. ഈ നാട്ടിലെ ലക്ഷോപലക്ഷം കോടിക്കണക്കിന് വിശ്വാസികൾ, അത് എല്ലാ മതത്തിലുമുള്ള വിശ്വാസികൾ, ഹൈന്ദവ ഭക്തരുണ്ട്, ക്രിസ്തീയ വിശ്വാസികളുണ്ട്, ഇസ്ലാം മത വിശ്വാസികളുണ്ട്, എല്ലാവരുടെയും വിശ്വാസികളുടെ മനസ്സിലേറ്റ പോറൽ ഈ സർക്കാർ തകർന്ന് ഇല്ലാതാകുമെന്നുള്ള കാര്യത്തിൽ UDFന് യാതൊരു സംശയവുമില്ല. 2021 ഇടതുപക്ഷത്തിൻ്റെ പ്രകടന പത്രികയിൽ അവർ പറഞ്ഞിരുന്നത് 2500 രൂപ പെൻഷൻ നൽകുമെന്നാണ്. 2500 രൂപ പെൻഷൻ നൽകുന്ന സ്ഥാനത്ത് എപ്പോഴാണ് പെൻഷൻ നൽകിയത്, കൂട്ടി നൽകിയത്? ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ അതിൻ്റെ തൊട്ട് തലേമാസം പ്രഖ്യാപിക്കുന്നു 2000 രൂപയാക്കി. ഈ 2000 രൂപ പ്രഖ്യാപിക്കുമ്പോഴും നമ്മൾ ഓർക്കണം, 2021 മുതൽ 2500 രൂപ കൊടുത്തിരുന്നുവെങ്കിൽ 1600 വാങ്ങിയ ആൾ 2500ലേക്ക് 900 രൂപയുടെ കുറവുണ്ട്. 900 രൂപ 50 മാസം കണക്ക് കൂട്ടുമ്പോൾ 50 ഗുണം 900 45,000 രൂപ ഈ പാവങ്ങൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ച സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. ഇതിനെതിരെയാണ് UDF പടപൊരുതുന്നത്. അതുപോലെ നമ്മുടെ പാരിപ്പള്ളിയിൽ ഇവിടെ എന്തെങ്കിലും വികസനം ചെയ്തത് പത്മരാജൻ സാർ മന്ത്രിയായിരിക്കുമ്പോഴാണ്, പറയാതിരിക്കാൻ മാർഗമില്ല. ഗ്രാമവികസന മന്ത്രിയായിരിക്കുമ്പോഴാണ് ഈ കല്ലുവാതുക്കലി, ചാത്തന്നൂർ പ്രദേശങ്ങളിൽ വികസനത്തിൻ്റെ വെള്ളി വെളിച്ചം വാരി വിതറിയത്. അതിനുശേഷം ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലഘട്ടത്തിൽ പാരിപ്പള്ളിയിൽ മെഡിക്കൽ കോളേജ് അനുവദിച്ചു. ആ മെഡിക്കൽ കോളേജിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താ? ഇതിനെ ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറയാൻ കഴിയുമോ? ഈ ഉമ്മൻചാണ്ടി സർക്കാരിന് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു, ജനങ്ങൾക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കണം. ഓരോ ജില്ലയിലും ഓരോ സർക്കാർ മെഡിക്കൽ കോളേജുകൾ, ആ വലിയ ലക്ഷ്യത്തിൽ സ്ഥാപിച്ച പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ഇന്ന് കൊല്ലത്തുനിന്നൊരു രോഗിയെയും കൊണ്ട് ആംബുലൻസിൽ വന്നാൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ കയറി കറങ്ങി തിരികെ വീണ്ടും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇന്ന് നമുക്കറിയാം, വാർദ്ധക്യത്തിലൊക്കെയുള്ള എത്രയോ ആളുകൾ കുടുംബം പുലർത്തുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ മഹാരാജ്യം ഭരിക്കുമ്പോൾ കൊണ്ടുവന്ന ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെയാണ്. അത് ഇന്ന് അട്ടിമറിക്കപ്പെടുകയാണ്. ഇടതു സർക്കാർ കേരളം ഭരിക്കുമ്പോൾ അത് അട്ടിമറിക്കപ്പെടുകയാണ്. BJP സർക്കാർ കേന്ദ്രം ഭരിക്കുമ്പോൾ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കപ്പെടുകയാണ്. ഇതിനെതിരെ പ്രതികരിക്കാൻ ഇവർ തയ്യാറല്ല. പ്രതികരിക്കാനുള്ളത് UDF മാത്രമാണ്. നമ്മൾ പറയുന്നു, ഇത്തരത്തിലുള്ള വേണ്ടാത്ത നൂലാമാലകളെല്ലാം ഒഴിവാക്കി തൊഴിലാളികൾ എവിടെയാണോ തൊഴിൽ ചെയ്യുന്നത് അവിടെയല്ലേ ഫോട്ടോ എടുക്കേണ്ടത്? അതിന് പകരം രാവിലെ അവിടെ വന്ന് ഫോട്ടോ എടുത്ത് ഈ പാവപ്പെട്ട ആളുകൾ, വാർദ്ധക്യത്തിലുള്ള ആളുകൾ മൺവട്ടിയും കുന്താലിയും ചുമന്ന് 3-4 കിലോമീറ്റർ അകലെയുള്ള പണി സൈറ്റിൽ പോയി അവിടെ ചെല്ലുമ്പോഴേക്കും ഈ സമയം കുറേയധികം പോവും. അവർക്ക് കൃത്യമായി അവർക്ക് അളന്നിട്ട ജോലി ചെയ്തില്ല എന്നതിൻ്റെ പേരിൽ അവർക്കുള്ള വേതനം വെട്ടിക്കുറയ്ക്കുന്നു. ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ കശുവണ്ടി തൊഴിലാളികളെ ഉദ്ധരിക്കാൻ ഇറങ്ങിയ പാർട്ടി ഇന്ന് കേരളത്തിൽ എത്ര കശുവണ്ടി തൊഴിലാളികൾ പ്രവർത്തിക്കുന്നു? കൊല്ലം കശുവണ്ടിയുടെ നാടാണ്. ഇന്ന് കൊല്ലത്ത് എത്ര കശുവണ്ടി ഫാക്ടറികൾ പ്രവർത്തിക്കുന്നു? ഓരോ മേഖലയും പരിശോധിക്കുമ്പോൾ സമസ്ത മേഖലയെയും തകർത്തടിച്ച ഒരു ഗവൺമെൻറ്. ഇതിനെ പടിയടച്ച് പിണ്ടം വയ്ക്കേണ്ടത് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളായ ഓരോരുത്തരുമാണ് എന്ന് വളരെ വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും തുടങ്ങിയിടത്തേക്ക് വരുന്നു. ജനവിരുദ്ധമായ ഈ സർക്കാരിൻ്റെ ജനവിരുദ്ധ നടപടികളെ കേരളത്തിലെ സാക്ഷര സമൂഹം, പ്രബുദ്ധരായ വോട്ടർമാർ
ഈ നാട്ടിലെ 9-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിലൂടെ അതിന് തക്കതായ തിരിച്ചടി കൊടുക്കും. ഈ തെരഞ്ഞെടുപ്പ് UDFിൻ്റെ തെരഞ്ഞെടുപ്പായിരിക്കും. ഇടതുപക്ഷം തകർന്നടിയും. പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ഇടതുപക്ഷം എങ്ങനെയാണോ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയത്, അതേപോലെ ഏകാധിപത്യപരമായ പ്രവണതയിലൂടെ മുമ്പോട്ട് പോകുന്ന ഇടതുപക്ഷ സർക്കാരിനെ ഈ നാട്ടിലെ ജനങ്ങൾ ഈ വരുന്ന 9-ാം തീയതി കടുത്ത ശിക്ഷയാണ് കൊടുക്കാൻ പോകുന്നത്. UDF വലിയ വിജയപ്രതീക്ഷയിലാണ്. ഈ വാർഡിൽ മത്സരിക്കുന്ന എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ എനിക്ക് വളരെ കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട്. 41 വാർഡുകൾ ഉൾക്കൊള്ളുന്ന ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ, വികസന സാധ്യതകൾ അനേകമുള്ള ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ, നമ്മളെ മെഡിക്കൽ കോളേജ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒന്നാമത്തെ പ്രയോറിറ്റി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മെഡിക്കൽ കോളേജിനെയാണ്. എത്രയോ ആയിരക്കണക്കിന് രോഗികൾക്ക് മതിയായ ചികിത്സ, ശരിയായ ചികിത്സ യഥാസമയം ലഭ്യമാക്കാൻ കഴിയുമായിരുന്ന ആ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ്, അതിനെ കൃത്യമായി പ്രവർത്തനക്ഷമമാക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അത്തരത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്യാൻ ഞാൻ 100% പ്രതിജ്ഞാബദ്ധനായിരിക്കും. അത് എടുത്തു പറയുന്നത് ഇടത് സർക്കാരിൻ്റെ പല തെറ്റായ സമീപനങ്ങളെയും കോടതിയിലൂടെ ചോദ്യം ചെയ്ത് പരാജയപ്പെടുത്തിയ ഒരാളെന്നുള്ള നിലയിലാണ്. അന്ന് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന അധ്യാപക സംഘടന കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി ഉത്തരവിട്ടത് ഒന്നുകിൽ പണം കൊടുക്കണം, അല്ലെങ്കിൽ ഞാൻ ഈ ഉച്ചഭക്ഷണം നിർത്തിവെക്കാൻ ഉത്തരവിടുമെന്ന് അന്നത്തെ ജസ്റ്റിസ് ഓപ്പൺ കോടതിയിൽ പറഞ്ഞു. തൊട്ടടുത്ത ദിവസം മുതൽ പൈസ തരാൻ തയ്യാറായി. ഇപ്പോഴും കഴിഞ്ഞ 2 മാസത്തെ ഉച്ചഭക്ഷണത്തിൻ്റെ തുക കുടിശ്ശികയാണ്. അങ്ങനെ ഈ സർക്കാരിനെതിരെ നിരന്തരമായ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരാളെന്നുള്ള നിലയിൽ ഞാൻ പറയാം, ഈ കല്ലുവാതുക്കൽ ഡിവിഷൻ്റെ വികസനത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ ഞാൻ ഒരുക്കമാണ്. UDF എന്ന് പറയുന്ന ആ കെട്ടുറപ്പുള്ള പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് ഈ കല്ലുവാതുക്കൽ ഡിവിഷനെ ഒരു വികസിത പ്രദേശമാക്കി മാറ്റാൻ എന്നാൽ കഴിയുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്യും. ഈ നാട്ടിലെ ഗ്രാമീണ റോഡുകൾ അത് വൃത്തിയാക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തകർന്നു കിടക്കുന്ന കുടിലുകൾ, ഇപ്പോഴും പട്ടയം കിട്ടാത്ത ആളുകൾ ഈ നാട്ടിലുണ്ട് എന്ന് പറഞ്ഞാൽ എത്ര ആളുകൾ വിശ്വസിക്കും? പട്ടയം കിട്ടാത്ത ആളുകളുള്ള ഒരു നാട് ഈ വാർഡിലുണ്ട്. അങ്ങനെയുള്ള ഈ നാട്ടിൽ എല്ലാവർക്കും വസ്തു, എല്ലാവർക്കും പാർപ്പിടം, ഇത്തരത്തിൽ എല്ലാവർക്കും ശുദ്ധമായ കുടിവെള്ളം അടക്കമുള്ള കൃത്യമായ വാഗ്ദാനങ്ങൾ നൽകിയാണ് UDFിൻ്റെ സാരഥിയായി ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ മാറ്റം കൊതിക്കുന്നു. കേരളം മുഴുവൻ മാറാൻ കൊതിക്കുന്നത് പോലെ അതിനേക്കാൾ ഏറെ കല്ലുവാതുക്കലിലെ ജനങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്നൊരു മാറ്റം ആഗ്രഹിക്കുന്നു. ആ മാറ്റം ഈ 9-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. അതിൽ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും എനിക്ക് പരിപൂർണമായ വിശ്വാസമാണ്. ഞാൻ വിജയിച്ചാൽ അവരോടൊപ്പം ഇവിടെ തന്നെ പൂർണ്ണ സമയമുണ്ടാകും എന്ന് ഉറപ്പ് നൽകുവാനും ഈ അവസരം ഉപയോഗിക്കുകയാണ്. 1995 ആ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കല്ലുവാതുക്കൽ ഡിവിഷനിൽ നിന്ന് അന്ന് മത്സരിച്ചത് ശ്രീമതി ബിന്ദു കൃഷ്ണയാണ്. 2000 ഞാനും മത്സരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ ആ 2 തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചതിന് ശേഷം പിന്നീട് ഘടകകക്ഷികളാണ് ഇവിടെ മത്സരിച്ചത്. അപ്പോൾ ഞങ്ങൾ ഒക്കെ വളരെ നേരിയ മാർജിനിലാണ് പരാജയപ്പെട്ടത്. അപ്പോൾ പലപ്പോഴും കോൺഗ്രസിനെ കുറിച്ചുള്ള പൊതുവായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ ഐക്യമില്ല എന്നുള്ള അഭിപ്രായങ്ങളാണ്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ അനൈക്യത്തിനിടയ്ക്കും ഒരു വലിയ ഐക്യം രൂപപ്പെട്ടു വരികയാണ്. കാരണം കഴിഞ്ഞ 9 വർഷത്തിലേറെ കാലമായി കേരളത്തിൽ ഭരണം നടത്തുന്ന പിണറായി ഗവൺമെൻറ്റിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും തീരുമാനമെടുക്കുന്നു എന്നുള്ള ഒരു സന്ദേശം നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് നൽകുന്നതിനുള്ള ഒരു പടപ്പുറപ്പാടാണ് 9-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പ്. 2026 മെയ് മാസത്തിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ആ തരത്തിലുള്ള ഒരു കൊടുങ്കാറ്റ് ഈ LDFിൻ്റെ ദുർഭരണത്തിനെതിരെ ഉണ്ടാകുമെന്നുള്ളതിന് സംശയമില്ല. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി മോഹികൾ ധാരാളം ഉണ്ടാകും. ഇപ്പോൾ അർഹതയുള്ള ധാരാളം പേരുണ്ട്. ഇപ്പോൾ ഇവിടെയും ധാരാളം പേര് അർഹതയുള്ളവരുണ്ട്. പക്ഷേ അതെല്ലാം നമ്മുടെ നേതൃത്വം വിലയിരുത്തിയതിന് ശേഷമാണ് ഒരു സ്ഥാനാർത്ഥിയെ ഇവിടെ കണ്ടെത്തിയത്. അത് 23 വർഷക്കാലം അദ്ദേഹം കാലമായി ഒരു സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററായി പ്രവർത്തിക്കുന്ന ആളാണ്. നമ്മുടെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലെല്ലാം വളരെയേറെ തൻ്റേതായ പങ്കാളിത്തം നിർവഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് തീർച്ചയായും
ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ജനങ്ങൾ അദ്ദേഹത്തെ ഏറ്റെടുത്തിരിക്കുകയാണ്. തീർച്ചയായും അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലോ UDFിലോ ഒരു അനൈക്യം ഈ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇന്ന് കല്ലുവാതുക്കൽ പഞ്ചായത്തിലെ 24 വാർഡുകളിലും ജനങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന, അതുപോലെ തന്നെ മറ്റൊരു മാനദണ്ഡം നോക്കാതെ വിജയപ്രതീക്ഷ മാത്രം നോക്കിക്കൊണ്ട് സ്ഥാനാർത്ഥികളെ ഫീൽഡ് ചെയ്യുന്നതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കഴിയും. അതിൻ്റെ ഒരു കാറ്റ് തീർച്ചയായും നമുക്ക് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിക്കും അത് വളരെ അനുകൂലമായൊരു ഘടകമാണ്. അതുകൊണ്ട് 9-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ നമ്മുടെ കല്ലുവാതുക്കൽ പഞ്ചായത്തിൽ വിശേഷിച്ചും 24 വാർഡുകളിൽ മത്സരിക്കുന്ന മിക്കവാറും സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ വിജയിക്കും. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി ഇവിടെ കല്ലുവാതുക്കൽ പഞ്ചായത്തിൽ അധികാരത്തിൽ വരുമെന്നുള്ളതിന് തർക്കമൊന്നുമില്ല. അത് നമ്മുടെ ബ്ലോക്ക് സ്ഥാനാർത്ഥിയെയും ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയെയും തീർച്ചയായും ആ തരത്തിലുള്ള ഒരു വിജയമാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ആ തരത്തിൽ അനുകൂലമായ ഘടകങ്ങൾ പൂതക്കുളം പഞ്ചായത്തിൽ നമുക്കുണ്ട്. തീർച്ചയായും നമുക്ക് വിജയിക്കാൻ കഴിയും. എല്ലാവരും ഐക്യത്തോടു കൂടി മുമ്പോട്ട് പോവുകയാണ്. നമസ്കാരം. PS മനോജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഒരു സുപ്രഭാതത്തിൽ രാഷ്ട്രീയത്തിലേക്ക് വന്നൊരു സ്ഥാനാർത്ഥിയല്ല. പടിപടിയായി ഘട്ടം ഘട്ടമായി തൻ്റെ ഔദ്യോഗിക ജീവിതത്തിലൂടെ രാഷ്ട്രീയത്തിൻ്റെ വിവിധ ശൈലികളിലൂടെ വന്നു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ഇപ്പോൾ നിലവിൽ അദ്ദേഹം. അതിലുപരി പൂയപ്പള്ളി സ്കൂളിലെ പ്രഥമ അധ്യാപകൻ കൂടിയാണ്. അതിൽ നിന്ന് തന്നെ പുള്ളിയുടെ കഴിവിൻ്റെ 2 വശങ്ങളെ നമുക്ക് വിലയിരുത്താം. ദീർഘവീക്ഷണത്തോടു കൂടി ഒരു സ്കൂളിനെ ആ നാടിൻ്റെ ഉന്നമനത്തിന് വേണ്ടി നയിക്കുന്ന അദ്ദേഹം എന്തു തന്നെയായാലും രാഷ്ട്രീയത്തിൽ ശോഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. അതുപോലെ തന്നെ കഴിഞ്ഞ കൊല്ലത്ത് വെച്ച് നടന്ന സംസ്ഥാന കലോത്സവത്തിൻ്റെ ഫുഡ് കമ്മിറ്റിയുടെ സാരഥ്യം വഹിച്ച അപൂർവം ചിലരിൽ ഒരാളായിരുന്നു ഇദ്ദേഹം. ഒരിക്കലും അടയ്ക്കാത്ത അടുക്കളയുടെ നാഥനായിരുന്നു ഇദ്ദേഹം. വളരെ ദീർഘവീക്ഷണത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുന്ന വളരെ പരിണിതപ്രജ്ഞനായ ഒരു ടീച്ചർ, ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു പൊതുപ്രവർത്തകൻ, അതിലൂടെ മനസ്സിൽ നന്മയുള്ളൊരു രാഷ്ട്രീയക്കാരൻ. ജില്ലാ പഞ്ചായത്തിൽ അദ്ദേഹം ജയിച്ചു വന്നാൽ അദ്ദേഹം ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസത്തിലൂടെ നാടിൻ്റെ ഉന്നമനത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതായിരിക്കും. അതിലൂടെ പാവപ്പെട്ട ജനങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഒരു പ്രോഗ്രാം തന്നെ പുള്ളി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് വളരെ ദീർഘവീക്ഷണത്തോടു കൂടി കൊല്ലം ജില്ലാ പഞ്ചായത്തിലെ 21 കല്ലുവാതുക്കൽ ഡിവിഷനെ സധൈര്യം മുന്നോട്ട് നയിക്കുവാൻ താല്പര്യവും അതിനുള്ള തേജസ്സും അന്തസ്സും അഭിമാനത്തോടും കൂടി നയിക്കുവാൻ കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് PS മനോജ് എന്ന് ഞാൻ ഈ തരത്തിൽ നിങ്ങളെ അറിയിച്ചു പോവുകയാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ ചീഫ് ഇലക്ഷൻ ഏജൻ്റായ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ നടപടികൾ ആരംഭിക്കുകയാണ്. ഇതൊരു ചെറിയ ചടങ്ങാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് നടക്കുന്നത്. നമ്മുടെ ബഹുമാന്യനായ MP ഒരു വലിയ ഓട്ടപ്രദർശനത്തിലാണ്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. നമ്മുടെ ആശ ടീച്ചറിന്റെ പ്രാർത്ഥന. PS മനോജ് തീർച്ചയായും ഈ നമ്മുടെ ചരിത്രം മാറ്റിക്കുറിക്കും. 95-ൽ തുടങ്ങിയ നമ്മുടെ പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 5 തവണയും LDF ആണ് ഇവിടെ ജില്ലാ പഞ്ചായത്തിനെ പ്രതികരിച്ചതെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ശ്രീ PS മനോജ് ജില്ലാ പഞ്ചായത്തിലേക്ക് പോകുമെന്നുള്ളതിന് സംശയമില്ല. ഞാൻ മറ്റൊന്നും പറയുന്നില്ല. ഒറ്റ വാക്കിൽ സ്വാഗതം പറയുന്നതിന് ശ്രീ വട്ടപ്പുഴിക്കൽ മുരളിയെ ക്ഷണിക്കുന്നു. അവവേദിയിരിക്കുന്ന പ്രമുഖ നേതാക്കന്മാരെയും പ്രിയപ്പെട്ട സാധനങ്ങളെ, നമ്മളിന്നൊരു ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ വേണ്ടി നിൽക്കുന്നവരും അതിന് പ്രചോദനം കൊടുക്കാൻ നിൽക്കുന്ന ഒരു വേദിയാണ്. കല്ലുവാതുക്കൽ ജില്ലാ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനം നടക്കുന്ന ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. ഐക്യജനാധിപത്യ മുന്നണിയുടെ
ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ PS മനോജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാര പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ഓഫീസിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് നിമിഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഞാൻ നിർവഹിച്ചത്. ശ്രീ നടക്കൽ ശശിയും വട്ടപ്പുഴിക്കൽ മുരളിയും എന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ വന്ന് നാണമുറിച്ച് പോയാൽ മതി എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് സത്യത്തിൽ അടുത്ത ജില്ലാ പഞ്ചായത്ത് കൺവെൻഷന് പോകേണ്ട ഞാൻ പരവൂരിൽ നിന്ന് ഈ വഴി എത്തിച്ചേർന്നത്. പക്ഷെ ഇത്രയും സ്ഥാനാർത്ഥികളും ഇത്രയും മുന്നണി പ്രവർത്തകരും പങ്കെടുത്തിരിക്കുന്ന യോഗം എന്ന നിലയിൽ ഒരു ധാരണ പോലും എനിക്ക് ഉണ്ടായില്ല. അപ്പൊ അതിന്റെ അർത്ഥം നേരത്തെ ഇവർ രണ്ടുപേരും സൂചിപ്പിച്ചതാണ്. ഒരു മാറ്റത്തിന്റെ കാറ്റ് കേരളത്തിന്റെ മണ്ണിൽ ആഞ്ഞു വീശുന്നു. ആ മാറ്റം 9.25 വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന അധോലോക മാഫിയ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ ജനവിരുദ്ധ ഗവൺമെന്റ് മാറണമെന്നും കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഉള്ളിൽ തട്ടി ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ആരുടെയും മികവ് കൊണ്ടല്ല. നേരത്തെ വട്ടക്കുഴിക്കൽ ഇവിടെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചു, വാർഡുകളിൽ ചെല്ലുമ്പോൾ, വീടുകളിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സ്വീകാര്യത നിങ്ങളോടുള്ള അനുഭാവത്തെക്കാൾ കൂടുതൽ ഈ കേരളത്തെ സർവനാശത്തിലേക്ക് നയിക്കുന്ന ഈ ഭരണകൂടത്തിനെതിരായിട്ടുള്ള അതിശക്തമായ വെറുപ്പ്, വിദ്വേഷം, അമർഷം, പ്രതിഷേധം നുരഞ്ഞു പൊന്തുകയാണ് കേരളത്തിന്റെ ജനമനസ്സുകളിൽ. ആ കേരളത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന് നമുക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുമോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നമുക്കതിന് കഴിയുന്നില്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് BJP വരും. അവിടെയാണ് മൗലികമായിട്ടുള്ള രാഷ്ട്രീയം. അവിടെ ഈ തെരഞ്ഞെടുപ്പിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നമ്മുടെ ഫൈനൽ ടാർഗറ്റ്. അന്തിമമായിട്ടുള്ള നമ്മുടെ ലക്ഷ്യം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100-ൽ കുറയാത്ത സീറ്റ് വാങ്ങി കേരളത്തിൽ കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി, UDFന്റെ ഒരു ഗവൺമെന്റ് ഈ കേരളത്തിൽ അധികാരത്തിൽ വരണം. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ അതിനുള്ള മുന്നൊരുക്കം, അതിനുള്ള മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകണം. ഒരു സംശയവും വേണ്ട. ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും സാധാരണഗതിയിൽ ചന്ദ്രനെ ഇപ്പോൾ വന്നതുകൊണ്ട് അറിയത്തില്ല, ഞാൻ 10-12 വർഷം കോൺഗ്രസ് അങ്ങനെ ഗൗരവത്തിലെടുക്കുന്ന സാധനമല്ല. മത്സരിക്കുന്ന സ്ഥാനാർത്ഥി മത്സരിച്ചോണം, ജയിച്ചോണം, ജയിച്ചാൽ നല്ലത്, തോറ്റാൽ അവന്റെ കാലം. പക്ഷെ ഈ പ്രാവശ്യം അങ്ങനെയല്ല. ഈ പ്രാവശ്യം ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് അവധാനതയോടുകൂടി ആലോചിച്ച് ചുമതലക്കാരെ പ്രത്യേകമായി നിയോഗിച്ച് സംഘടനാ സംവിധാനത്തിന്റെ പരിധിയിൽ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് കൃത്യമായ ആസൂത്രിതമായിട്ടുള്ള പ്രവർത്തന പരിപാടികൾ ആവിഷ്കരിച്ചാണ് UDF ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത്. എനിക്കറിയാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് മത്സരിച്ച LDFന്റെ സ്ഥാനാർത്ഥി, എനിക്കറിയില്ല, ഇവിടുത്തെ MP ആയിരുന്നു. 1-2 യോഗങ്ങളിൽ സാന്ദർഭികമായി കണ്ടു എന്നുള്ളതല്ലാതെ ഈ പ്രദേശത്തൊന്നും ഒരു പാർലമെന്റ് അംഗത്തിന്റെ സാന്നിധ്യത്തിന്റെ 100-1 പോലും ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെ സാന്നിധ്യം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നു എന്ന് ആർക്കെങ്കിലും അവകാശപ്പെടാൻ കഴിയില്ല. പക്ഷേ അവർ വോട്ട് വാങ്ങി ജയിച്ചു. നമ്മുടെ പ്രവർത്തന രാഹിത്യവും നമ്മളിലെ അനൈക്യവും അതൊക്കെയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഈ പ്രാവശ്യം അത് മാറാൻ കേരളം തയ്യാറാണ്, ജനങ്ങൾ തയ്യാറാണ്. ആ മാറ്റം ഏറ്റെടുത്ത് നേതൃത്വം കൊടുക്കാൻ നമ്മൾ തയ്യാറാകുമെങ്കിൽ ആ ഒരു വൻപിച്ച രാഷ്ട്രീയ മാറ്റം, ഭരണമാറ്റം കേരളത്തിൽ സാധ്യമാകും. 9.25 വർഷക്കാലം കേരളത്തിൽ അധികാരത്തിലിരുന്നപ്പോൾ പ്രഖ്യാപിക്കാത്ത ആനുകൂല്യങ്ങൾ, പെൻഷൻ വർധനവ്, ആശാ വർക്കേഴ്സിന്റെ ഓണറേറിയം വർധനവ്, സ്ത്രീ സുരക്ഷാ പദ്ധതി തുടങ്ങിയ ബ്ലോക്ക് പഞ്ചായത്തിൽ കല്ലുവാതുക്കൽ ഡിവിഷൻ M. സുരേഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് ചിറക്കര ഡിവിഷൻ ചന്ദ്രിക ടീച്ചർ, മീനമ്പലം ഡിവിഷൻ ചിറക്കര ചന്ദ്രിക ടീച്ചർ. കല്ലുവാതുക്കൽ പഞ്ചായത്തിലെ ഏറ്റവും മുതിർന്ന നേതാവ്, പാരിപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് കൂടിയായ ശ്രീ R.D. ലാൽ ഇളംകുളത്ത് നിന്ന് മത്സരിക്കുന്നു. കല്ലുവാതുക്കൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീ വിഷ്ണു വിശ്വരാജൻ,
വരിഞ്ഞം വാർഡ് ശ്രീമതി പ്രമീള. അടുതല വാർഡ് ആശ ടീച്ചർ. വട്ടക്കുഴിക്കൽ വാർഡ് ശ്രീ പ്രതീഷ് കുമാർ. പ്രതീഷ് കുമാറിനെ നേരത്തെ വിളിക്കേണ്ടതായിരുന്നു. മേവനക്കോണം ലിജ GL. പാമ്പുറം സുനു അജിത്ത്. കുളത്തൂർക്കോണം ഗീത. കൊച്ചിനെ പറക്കുകയാണ്. അപ്പോ നമ്മുടെ സ്വന്തം വാർഡിലെ സ്വന്തം സ്ഥാനാർത്ഥി വിനീതക്കാരും. പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഇളമാട് പൂയപ്പള്ളി പ്രദേശത്താണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തന കേന്ദ്രം. സംഘടനാ രംഗത്തും സാമൂഹ്യ രംഗത്തും സന്നദ്ധ പ്രവർത്തന രംഗത്തും അതുപോലെ സാംസ്കാരിക തലത്തിലുമൊക്കെ സംശുദ്ധമായ പൊതുജീവിതം നയിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ, അധ്യാപകൻ, അതിലുപരിയായി മികവുറ്റ സംഘടനാ പ്രവർത്തകൻ, അങ്ങനെയുള്ള സംശുദ്ധമായ വ്യക്തിത്വത്തിനുടമയായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനെയാണ് കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ അമരക്കാരനായി, അല്ലെങ്കിൽ കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസാരഥ്യത്തിലേക്ക് പോലും ഒരുപക്ഷെ വരാനുള്ള സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന ഒരു മുന്നൊരുക്കത്തോടു കൂടിയാണ് ശ്രീ PS മനോജിനെ ഐക്യ ജനാധിപത്യ മുന്നണി കോൺഗ്രസ് കൈപ്പത്തി ചിഹ്നത്തിൽ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, ജില്ലാ പഞ്ചായത്ത് രാഷ്ട്രീയ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതിന് പറ്റിയ ഒരു സ്ഥാനാർത്ഥിയാണ് UDFന്റെ പ്രതിനിധിയായി മത്സരിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ PS മനോജ്. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ കേരള രാഷ്ട്രീയവുമായി, നേതൃത്വവുമായും പ്രവർത്തകരുമായും ഒരുപോലെ അടുപ്പമുള്ള ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു നേതാവിനെയാണ് ഈ ഡിവിഷനിൽ UDFന്റെ പ്രതിനിധിയായി മത്സരിക്കുന്നത്. അതോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഇവിടെ പരിചയപ്പെടുത്തിയ മറ്റു സ്ഥാനാർത്ഥികൾ, ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ. നമുക്ക് വോട്ട് 3. ഏതൊരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ വോട്ട് ചോദിക്കുമ്പോഴും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വോട്ട് ചോദിക്കുമ്പോൾ ബന്ധപ്പെട്ട വാർഡിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും, ജില്ലാ പഞ്ചായത്ത് അംഗം വോട്ട് ചോദിക്കുമ്പോൾ ബ്ലോക്കിലേക്കും ഗ്രാമപഞ്ചായത്തിലേക്കും. അങ്ങനെ എല്ലാവരും ജയിച്ചാലേ മുന്നണിക്ക് മുന്നോട്ട് പോകാനും ഐക്യത്തോടുകൂടി കാര്യങ്ങൾ നീക്കാനും കഴിയൂ. ആ ഒരു കൂട്ടുത്തരവാദ ബോധത്തോടുകൂടി, കൂട്ടായ്മയോടുകൂടി അതിശക്തമായ പ്രവർത്തനം അവശേഷിക്കുന്ന 10 ദിവസം അക്ഷീണം അവിശ്രമം അവസാന വോട്ടിംഗ് യന്ത്രത്തിൽ രേഖപ്പെടുത്തുന്നവരെ പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ വിസ്മയകരമായ രാഷ്ട്രീയ മുന്നേറ്റം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ആർജിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കഴിയും. അതിന്റെ പ്രതീകമായി, പ്രതിനിധിയായി ഇവിടെ മത്സരിക്കുന്ന PS മനോജിന് കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വൻപിച്ച വിജയം കരഗതമാക്കുന്നതിനും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെ വിജയം സുനിശ്ചിതമാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ ഓഫീസ്, ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ സഹായകരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നാളെ മുറിച്ച് ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടെ നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.
സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കല്ലുവാതുക്കൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് ഒരു സ്ഥാനാർത്ഥിയായി കടന്നു വരുമ്പോൾ പലരും പല കാര്യങ്ങളും പറഞ്ഞുവെങ്കിലും മത്സരിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ അവിടെ മറ്റൊന്നിനും പ്രസക്തിയില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് രാഷ്ട്രീയമായ ഇത്രയും അനുകൂലമായ ഒരു കാലാവസ്ഥ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന തിരിച്ചറിവിലാണ് കല്ലുവാതുക്കലിൽ മത്സരിക്കാൻ, വിജയത്തിന് വേണ്ടി മത്സരിക്കാൻ ഞാൻ ഇവിടേക്ക് വന്നു. ഏറെ സന്തോഷം. ഈ കല്ലുവാതുക്കൽ ഡിവിഷൻ ഉൾപ്പെടുന്ന 41 വാർഡുകളിലെയും വാർഡ് സ്ഥാനാർത്ഥികളും ബ്ലോക്ക് സ്ഥാനാർത്ഥികളും ഒന്നിനൊന്നിന് മികച്ച പ്രകടനമാണ് വാർഡ് തലത്തിൽ പുറത്തെടുക്കുന്നത്. സ്വാഭാവികമായും ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിക്ക് എല്ലാ സ്ഥലത്തും വോട്ട് പിടിക്കാൻ പോകാൻ കഴിയില്ല. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിക്ക് വേണ്ടി കൂടി വോട്ട് പിടിക്കേണ്ട ഉത്തരവാദിത്വം താഴെ തട്ടിൽ പ്രവർത്തിക്കുന്ന, ഏറ്റവും താഴെ വാർഡിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ നേതാക്കന്മാർക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പാർട്ടിയുടെ വിജയവും പരാജയവും ഏറ്റവും താഴെ തട്ടിലുള്ള വാർഡ് തലത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. മറ്റൊരാൾക്കും ഇപ്പൊ എനിക്ക് ഓടി നടക്കാം, ബാക്കി കാര്യങ്ങൾ ചെയ്യാം, പക്ഷെ വോട്ട് വരണമെങ്കിൽ നമ്മുടെ അഭ്യർത്ഥനയുമായി നമ്മൾ വീടുകളിൽ എത്തണം. ഞാൻ കൃത്യമായി പറയുന്ന ഒരു കാര്യം, നമ്മളെ സംബന്ധിച്ചിടത്തോളം വീടുകളിൽ പോയി പച്ചയായ രാഷ്ട്രീയം പറയണം. ഇന്ന് കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരവസ്ഥയെ കുറിച്ച് എണ്ണി 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 പറയണം. ഒരു നായയ്ക്ക് കിട്ടുന്ന വില പോലും മനുഷ്യന്റെ ജീവന് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ നാട് മുഴുവൻ നായകളും പന്നികളും കൈയടക്കുമ്പോൾ നടക്കാൻ സ്ഥലമില്ലാതെ മനുഷ്യൻ വഴിതിരിഞ്ഞു പോകേണ്ട സാഹചര്യം. കൃഷി ചെയ്ത് ജീവിക്കാൻ മനുഷ്യന് കഴിയുന്നില്ല. റോഡിലിറങ്ങാൻ കുട്ടികൾക്ക് ഭയമാണ്, തൊഴിലുറപ്പിന് പോകുന്ന തൊഴിലാളികൾക്ക് ഭയമാണ്. എവിടെ തിരിഞ്ഞാലും നായകളുടെ ശല്യമാണ്. അതിനെ ഒന്ന് അമർച്ച ചെയ്യാൻ പോലും കഴിയാത്ത ഇടതിന്റെ കിരാതമായ ഭരണത്തിൽ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ കാര്യങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി നമ്മൾ ഇവിടെ നമ്മുടെ MP വന്ന് ഈ ഓഫീസ് ഉദ്ഘാടനം കഴിഞ്ഞു. നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ PS മനോജും മറ്റു നേതാക്കന്മാരെല്ലാം അവിടെ സംസാരിച്ചു. ഇവിടെ ഇരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ഇനി അവരവരുടെ വാർഡുകളിൽ പോയി പലരെയും കാണുവാനും വോട്ടഭ്യർത്ഥിയെടുക്കാൻ സമയം വേണം. നമ്മളിവിടെ ഇരുന്ന് സംസാരിച്ച് സമയം കളയാതെ നമ്മുടെ യോഗം അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇവിടെ വന്നുകൂടി എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.